ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇക്കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അജയ് ഹോസ്പിറ്റലിൽ പഴയതുപോലെ തന്നെ ഒന്നും അറിയാത്ത പോലെ തുടരണം. കിട്ടാവുന്ന എല്ലാ തെളിവുകളും ശേഖരിക്കണം. ശരി ചേച്ചി. എന്ത് കാര്യം പുതുതായി അറിഞ്ഞാലും അത് അപ്പൊ തന്നെ എന്നോട് പറയണം. ഗിരിജേ, എന്താട്ടാ? അജയനെ വിളിച്ചോ? കണ്ടില്ല, ഞാൻ നോക്കിട്ട് വരാം. അജേട്ടാ, അജേട്ടാ, അജേട്ടാ. അജയേട്ടൻ ഉറങ്ങാ, സുഖമില്ലാന്ന് തോന്നുന്നു. ഓ, എന്നാ റെസ്റ്റ് എടുക്കാൻ പറ. ശരി ശരി. അജയേട്ടാ. എന്താടോ? അജയേട്ടന് ഇത് എന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ലല്ലോ. വെറുതെ നുണ പറയാൻ നോക്കണ്ട. എടോ, ഞാൻ എന്തിനാ നുണ പറയുന്നത്? അത് ഞാൻ എങ്ങനെ അറിയാനാ? കുറച്ച് ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു. അജയേട്ടൻ രാത്രി മര്യാദയ്ക്ക് ഉറങ്ങുന്നില്ല, എപ്പോഴും ഹോസ്പിറ്റലിലെ ഫയലുകൾ നോക്കുന്നു, പിന്നെ എന്തോ ആലോചിച്ച് ഈ ലോകത്തൊന്നും അല്ലാത്ത പോലെ നടക്കുന്നു. അജയേട്ടൻ എന്താ പ്രശ്നം? എന്തുണ്ടെങ്കിലും എന്നോട് പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഒന്നുമില്ല. അജയേട്ടൻ നമ്മുടെ മോളെ എടുത്ത് കൊഞ്ചിച്ചിട്ട് എത്ര ദിവസമായെന്നറിയോ? എന്നോട് എന്തെങ്കിലും മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് എത്ര ദിവസമായെന്നറിയോ? ഇനി എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറ. അജയേട്ടനെ ഈ മാറ്റം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കും മോക്കും അജയേട്ടൻ മാത്രമേ ഉള്ളൂ. ഗിരിജ, നീ എന്തൊക്കെയാ പറയുന്നത്? ഇത്രയൊക്കെ പറയാൻ ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? എനിക്ക് ഹോസ്പിറ്റലിലെ ചില കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ടായിരുന്നു. അതിന്റെ തിരക്കിലായിരുന്നു കഴിഞ്ഞ കുറെ ദിവസങ്ങൾ. ആ സമയത്ത് ഞാൻ ഫുൾ കോൺസെൻട്രേഷൻ അതിൽ കൊടുത്തോണ്ട് എനിക്ക് പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഗിരിജെ. സോറി, അത് എന്റെ തെറ്റാ. ഇത്തവണത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കേ. ശരി, ഞാൻ പോട്ടെ. ഒന്ന് നിന്നേ. ഇതൊക്കെയാണോ ഹോസ്പിറ്റലിൽ ചെയ്തു തീർക്കേണ്ട ജോലികള്? അജയേട്ടാ, ഞാൻ വെറും പൊട്ടിയല്ല. കുറച്ചൊക്കെ കാര്യങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാനുള്ള വിവരവും വിദ്യാഭ്യാസമൊക്കെ എനിക്കുണ്ട്. ഇതൊന്നും അജയേട്ടന്റെ ജോലിയുടെ ഭാഗമല്ല. നിങ്ങൾ മറ്റെന്തിന്റെയോ പിന്നാലെയാണ്. അതെന്താന്ന് എന്നോട് പറ. ഇനി ഇതെല്ലാം വേറെ ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്നതാണോ? അങ്ങനെയാണെങ്കിൽ അക്കാര്യം പറ. നീ കരുതുന്ന പോലെ ഒന്നുമില്ല ഗിരിജെ. ഞാൻ കരുതുന്ന എന്താണെന്ന് അജയൻ അറിയോ? ഇല്ലല്ലോ. പിന്നെ ഞാൻ കരുതുന്ന അല്ലാന്ന് പറയാൻ എന്താ അർത്ഥം? അജയേട്ടന് എന്നെയും മോളെ ഒഴിവാക്കാൻ എന്തെങ്കിലും ആലോചനയുണ്ടോ? എന്റെ ദൈവമേ, എന്തൊക്കെയാ ഗിരിജ നീ ചിന്തിച്ചു കൂട്ടുന്നേ? ശരി, ഞാൻ ചിന്തിക്കുന്നതിന്റെ കുഴപ്പമാണെങ്കിൽ സത്യം എന്താണെന്ന് അജയേട്ടൻ തന്നെ പറ. അത് ഹോസ്പിറ്റലിൽ ചില പ്രശ്നങ്ങളുണ്ട്. എന്തു പ്രശ്നം?
അവിടെ ആരൊക്കെയോ ചേർന്ന് കുറച്ച് ഇല്ലീഗൽ പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഇല്ലീഗൽ പരിപാടിയോ? അതെ. എന്നുവെച്ചാ വല്ല മരുന്ന് കടത്തും മറിച്ചു വിൽപ്പനയൊക്കെയാണോ? ആ, അതിന് അജയേട്ടൻ ടെൻഷൻ ആവുന്ന എന്തിനാ? ഇത് കുറച്ച് വലിയ ഇഷ്യൂ ആണ്. പാവപ്പെട്ട രോഗികളെയൊക്കെയാണ് ഇത് ബാധിക്കുന്നത്. ആണോ? അജയേട്ടൻ ഈ പറയുന്നൊക്കെ സത്യാണോ? എടി അതെ. നമ്മുടെ മോളാണ് സത്യം? അതേന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെന്താ? അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഹോസ്പിറ്റലിൽ ഇല്ലീഗൽ പരിപാടി നടക്കുകയാണെന്നും അതിൽ ആരൊക്കെയുണ്ടെന്നും ചേട്ടൻ ജയശ്രീ ചേച്ചിയോട് പറ. ചേച്ചി വിചാരിച്ചാ അവരെ പിടിക്കാനും ശിക്ഷിക്കാനും ഒക്കെ പറ്റുമല്ലോ. എന്താ ആലോചിക്കുന്നത്? നീ പറഞ്ഞത് നല്ല ഐഡിയ തന്നെയാ. ഞാനിത് പലതവണ ആലോചിച്ചതാ. എന്നാലും എനിക്കൊരു മടി. എന്തിനാ മടിക്കുന്നത്? ചേച്ചി ഹെൽപ്പ് ചെയ്യില്ലെന്നോർത്താണോ? ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കുടുംബത്തിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ചേച്ചിക്ക് മറ്റെന്തുള്ളൂ. അതുകൊണ്ട് ജയശ്രീ ചേച്ചി വേണ്ട രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ഉറപ്പാ. ശരി, എന്നാ ഞാൻ ചേച്ചി വരുമ്പോ സംസാരിക്കാം. അതാ നല്ലത്. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. അജയൻ പറയണ സത്യമാണോ? അതെ, 100% സത്യമാണ്. രോഗികളുടെ സമ്മതമില്ലാതെയും അവരറിയാതെയും അവരുടെ അവയവങ്ങൾ ഓപ്പറേഷൻ ചെയ്തെടുക്കുന്നോ? അത് മാത്രമല്ല, ചിലരെ ഇതിനുവേണ്ടി മനഃപൂർവ്വം കൊല്ലുന്നുണ്ട്. ആദ്യം എനിക്ക് തെറ്റുപറ്റിയതാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികൾക്ക് കൊടുക്കുന്ന മെഡിസിനിൽ പലതും അവയവമാറ്റ സർജറികൾ കഴിഞ്ഞവർക്ക് കൊടുക്കുന്നതാണെന്ന് ഞാൻ റീചെക്ക് ചെയ്ത് ഉറപ്പിച്ചു. അവരോട് സംസാരിച്ചപ്പോൾ അവർക്കിതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ സംശയം സത്യമാണെന്ന് ഉറപ്പായപ്പോൾ മുതൽ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ആരുമില്ലാത്ത രോഗികളുടെയും പിഷക്കാരുടെയും മറ്റും അവയവങ്ങൾ എടുത്തതിന് ശേഷം അവരെ കൊന്നുകളയുകയാണെന്ന്. ഇതിന് പിന്നിൽ വലിയൊരു മാഫിയ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ അറിയൂ. ഇത് വെച്ചൊരു അന്വേഷണം നടത്തിയ ചിലപ്പോ ചേച്ചിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയേക്കും. ഇത് നമ്മൾ കരുതുന്നതിലും വലിയ കേസാ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മളാരും ജീവനോടെ ഉണ്ടാവില്ല. ഗിരിജയ്ക്ക് ഇതേക്കുറിച്ച് എന്തെങ്കിലും അറിയോ? ഇല്ല. ഗിരിജയോട് മരുന്നുകൾ മറച്ചു വിൽക്കുന്നതിന്റെ ചില ഇല്ലീഗൽ ഇടപാടുകളുടെയും പ്രശ്നമാണെന്നാ പറഞ്ഞത്. അത് മാറ്റി പറയണ്ട. ഇക്കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാ മതി. അജയ് ഹോസ്പിറ്റലിൽ പഴയതുപോലെ തന്നെ ഒന്നും അറിയാത്ത പോലെ തുടരണം. കിട്ടാവുന്ന എല്ലാ തെളിവുകളും ശേഖരിക്കണം. ശരി ചേച്ചി. എന്ത് കാര്യം പുതുതായി അറിഞ്ഞാലും അത് അപ്പൊ തന്നെ എന്നോട് പറയണം.